അഡ്വക്കേറ്റ് അരുൺകുമാർ, അന്വേഷണം മുന്നോട്ട് നീങ്ങുകയാണ്. SIT ഒടുവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ബൈജുവിനെയാണ്. എൻ വാസുവിന്റെ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് കേട്ടത്. പക്ഷേ ഇന്ന് പ്രതിപക്ഷത്തിന്റെ പ്രതികരണം കേട്ടല്ലോ. എൻ വാസുവിലേക്ക് എത്താതിരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമ്മർദ്ദം എന്നുള്ളതാണ്. അങ്ങനെ SIT സമ്മർദ്ദത്തിൽ മുന്നോട്ട് പോകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കൃത്യമായിട്ടുള്ള സർവൈലൻസിൽ ഓരോ അന്വേഷണത്തിന്റെ ഘട്ടവും 2 ആഴ്ചയ്ക്കുള്ളിൽ പരിശോധിച്ച് ആ അന്വേഷണ റിപ്പോർട്ട് ഒരു ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സിലൂടെ കോടതി പരിശോധിച്ച് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും ഇടക്കാല ഉത്തരവുകൾ പാസാക്കി അതുവരെയുള്ള അന്വേഷണത്തിലുള്ള സംതൃപ്തി കൃത്യമായിട്ട് രേഖപ്പെടുത്തി അതോടൊപ്പം തന്നെ വരുന്ന ആഴ്ചകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട അന്വേഷണത്തിന്റെ ഘട്ടങ്ങളെക്കുറിച്ച് ഹൈക്കോടതി വളരെ വ്യക്തമായിട്ടുള്ള നിർദ്ദേശം കൊടുത്ത് ഏറ്റവും ശരിയായ അന്വേഷണമാണ് ഈ വിഷയത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊള്ള നടത്തിയവരിൽ എത്താൻ SITക്ക് ആകുമോ, അതുപോലെ തന്നെ SIT ശരിയായ രൂപത്തിലാണോ അന്വേഷണം നടത്തുന്നത് എന്നുള്ള നിങ്ങളുടെ ചോദ്യം തന്നെ ഹൈക്കോടതിയുടെ വിശേഷമായിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള അധികാരത്തിലുള്ള കടന്നുകയറ്റമാണ്. ഈ കേസിൽ ഒരു മീഡിയ ട്രയൽ പാടില്ല എന്നും കൃത്യമായി 2 ആഴ്ചകൾക്ക് മുമ്പ് പുറത്തിറങ്ങിയ ഇടക്കാല ഉത്തരവിന്റെ 15-ാം പാരഗ്രാഫിൽ തന്നെ സമാന്തരമായിട്ടുള്ള മീഡിയ ട്രയൽ നടത്തിയാൽ ഈ കേസിലെ പ്രതിപട്ടികയിലുള്ളവരുടെ സാഹചര്യം, സാക്ഷികളായി വരുന്നവരുടെ സാഹചര്യം, മൊഴി കൊടുക്കാൻ തയ്യാറെടുത്ത് ഇരിക്കുന്നവർ ഭയപ്പെടുന്ന സാഹചര്യത്തെക്കുറിച്ചുമെല്ലാം ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരാശങ്കപ്പെടലും വേണ്ട. ഹൈക്കോടതി ശരിയായ തീരുമാനം ശരിയായ സമയത്തെടുത്തു. ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം കൊടുത്തു. അതിനെ കൃത്യമായി ദേവസ്വം ബോർഡും ഗവൺമെന്റും പൂർണ്ണ പിന്തുണ കൊടുത്തു. ആ പ്രത്യേക അന്വേഷണ സംഘം വളരെ നല്ല രൂപത്തിൽ തന്നെയാണ് അന്വേഷണം നടത്തുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് എന്ന് തന്നെ 2-3 ഇടക്കാല ഉത്തരവിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൊള്ള നടത്തിയവർ ആരാണ്, ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ ചെയ്യാൻ പാടില്ലാത്ത ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം ചെയ്തത് ആരാണ്, അവരെ കൃത്യമായി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും. അത് ഉദ്യോഗസ്ഥന്മാരാണെങ്കിലോ ദേവസ്വം ബോർഡ് അംഗമാണെങ്കിലോ മറ്റേതെങ്കിലും തരത്തിലുള്ള ആളുകളാണോ, ആരായാലും അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും. ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. പക്ഷേ എൻ വാസു പാർട്ടിയുടെ സ്വന്തം ആളാണ്, പാർട്ടിയുടെ നോമിനിയാണ് എന്ന നിലയ്ക്കാണ് ആ വിമർശനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. എൻ വാസുവിന്റെ അറസ്റ്റ് ഉടനെ തന്നെ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ അതിങ്ങനെ നീളുന്നതിലാണ് ഈ സംശയം പ്രകടിപ്പിക്കുന്നത്. അതിനോട് അങ്ങ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇതുവരെ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് സീൽഡ് കവറിൽ ഓരോ ദിവസവും അന്വേഷണ ഏജൻസി ഹാജരാക്കുന്നു, ഓരോ പോസ്റ്റിംഗ് ഡേറ്റിലും. അത് കൃത്യമായി പരിശോധിച്ചുകൊണ്ട് ഇടക്കാല ഉത്തരവ് പുറത്തിറക്കുന്നു കോടതി. ഇപ്പൊ അവസാനത്തെ ഇടക്കാല ഉത്തരവ് 10-20 പേജിൽ അധികമുണ്ട്. ആ പേജിലൊന്നും ശ്രീ എൻ വാസുവിന്റെ റോളോ എൻ വാസുവിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഏതെങ്കിലും തരത്തിൽ ദേവസ്വം ബോർഡിന്റെ ഇന്ന ഉദ്യോഗസ്ഥന്മാർ കുറ്റക്കാരാണ്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭരണസമിതി കുറ്റക്കാരാണ് എന്ന രൂപത്തിലുള്ള ഒരു പരാമർശമില്ല. ഏറ്റവും പുതിയ ഉത്തരവിൽ എൻ വാസുവിന്റെ റോളിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. എൻ വാസുവിന്റെ റോളിനെ കുറിച്ച് പ്രധാനമായും പറയുന്നു. എൻ വാസുവിന് വലിയ വീഴ്ചകളുണ്ട്. ഒന്നാം കേസിലും 2ാം കേസിലും പ്രതിയാണ് എൻ വാസു എന്നുള്ളതാണ്. ആ വിമർശനങ്ങൾ കൃത്യമായുണ്ട്. പോറ്റിയുടെ മെയിലുമായി ബന്ധപ്പെട്ട് അത് അവഗണിച്ചിരിക്കുന്ന നിലപാട്, ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയത് ആരുടെ കാലത്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എൻ വാസുവിന് ഉത്തരവാദിത്തമില്ല, എൻ വാസുവിന് വിമർശനമില്ല എന്നങ്ങ് പറയരുത്. ഞാൻ അങ്ങിലേക്ക് വരാം. ശ്രീകുമാർ, ഇതൊരു പ്രധാനപ്പെട്ട വാദമാണ്. കാരണം ഹൈക്കോടതിയാണ്. ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അല്ല, ഈ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞിട്ട് പോകാം. 1 മിനിറ്റ് മതി. പറയൂ. ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിമർശനങ്ങൾ ഉണ്ടാകുന്നതും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതും ഒരു ക്രിമിനൽ ലൈബിലിറ്റി ആകണമെന്നില്ല. ഇതൊരു ക്രിമിനൽ കേസാണ്, വലിയ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ്. ആ കുറ്റകൃത്യങ്ങളിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെടാൻ പാകത്തിന് ഗ്രാവിറ്റിയുള്ള ഒഫൻസ് ചെയ്തിട്ടുണ്ട് എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടില്ല. മെയിൽ സ്വീകരിച്ചതും ജാഗ്രത കുറവും എല്ലാം 2-2 എൻ വാസു പ്രതിപട്ടികയിലുണ്ട്. Debate with Smriti Parathikkad.